മോനെ, ഇതൊരു അപകടക്കുണ്ടിൽ ചെന്ന് ചാടാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നു. അതുകൊണ്ട് മറ്റു മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ സംരക്ഷിക്കണം, നിങ്ങൾ യൂസുഫിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം. യൂസുഫിൻ്റെ കുട്ടിക്ക് എന്താവശ്യം വന്നാലും നിങ്ങൾ നേടിക്കൊടുക്കണം. നിങ്ങൾ 10 ജ്യേഷ്ഠന്മാരുണ്ടല്ലോ. അങ്ങനെ വസിയത്തൊക്കെ പറഞ്ഞ് മനസ്സോടെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നോമന പുത്രൻ തൻ്റെ ഏറ്റവും ഇഷ്ടക്കനിയായ യൂസുഫിനെ മറ്റേ അണ്ണരോടുകൂടെ ജ്യേഷ്ഠന്മാരോടുകൂടെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ മതാ സ്വയം ഏറ്റെടുത്ത്, വാപ്പാ ഞങ്ങൾ 10 പേരുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ പേടിച്ചു? 10 പേര് കാവലാളുകളായിട്ട് 10 ആളുകൾ ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അങ്ങനെ ദുരിതത്തിൽ നീകളോടന്ന് കൂറുന്നേ സുഹൃതക്കീടാവിനെ എന്നെ കൊള്ള മടക്കുന്നേ സുർ ഭാവനോട് ഏറ്റി പറയുന്നേ സുന്നീരമോന മടക്കിക്കൊണ്ടെന്നോളാം എന്നേ. അങ്ങനെ കുട്ടിക്ക് വിശക്കുമ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കണമെല്ലാം വാപ്പ കുട്ടിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, വാപ്പ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം, ഞങ്ങൾ 10 ആളുകളുണ്ടല്ലോ, ദുരിതത്തിൽ ബനികളോടൊന്ന് കൂർന്ന് സുഹൃതക്കിടാവിനെ മടക്കിക്കൊണ്ടുകൊണ്ടോളാം, ഞങ്ങൾ ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞങ്ങൾ സുന്ദരമായി യൂസുഫിനൊരു പോറലുമേൽക്കാതെ വാപ്പയെ തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞവർ കാട്ടിലേക്ക് കളിക്കാനും അതുപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കുമായി കാട്ടിലേക്ക് യൂസുഫിനെയും കൂട്ടി വാപ്പയിൽ നിന്നും യൂസുഫിനെയും അകറ്റിക്കൊണ്ട് അവർ തിരിക്കുകയാണ് കാട്ടിലേക്ക്. അങ്ങനെ വനാന്തരത്തിലേക്ക് പോയ അവർ എന്താണ് അവിടെ എത്തിയോ ഇല്ലയോ എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.